മീനിന്റെ വീഡിയോ ചെയ്തപ്പോഴേ മത്തി മീൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ല മാങ്ങ ഇട്ട് കറി വെക്കാൻ പോവാന്ന്. മാങ്ങ ഇട്ടൊന്നും കറി വെച്ചില്ല. അപ്പോൾ തോന്നി നല്ല കരികരാ വറുത്തെടുക്കാന്ന്. നല്ല ഉപ്പും കുരുമുളകും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കരികരാ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഈ മീനെ നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ കൽച്ചട്ടിയിലൊക്കെ നമ്മൾ അല്ല ചീനച്ചട്ടിയിലൊക്കെ എടുക്കുമ്പം ഈ അടിക്ക് പിടിക്കും ചില സമയത്ത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കുമേ, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അടിക്ക് പിടിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു ഭാഗം ശരിയായിട്ട് ഇങ്ങനെ മറിച്ചിടാൻ പോകുമ്പോൾ ഇതിൻ്റെ അടിക്ക് ഇങ്ങനെ പകുതി മീൻ അതിൻ്റെ ഇത് കണ്ടോ അവിടെ അടിക്ക് പിടിച്ചിരിക്കും. അപ്പോൾ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കുറച്ച് സമയം വെച്ചേക്കണേ. കുറച്ച് സമയം നമ്മൾ ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ നല്ല നല്ല ഒട്ടും അടിക്ക് പിടിക്കാതെ നമുക്കിത് മറിച്ചിടാം കേട്ടോ. നല്ല കരികരാ മീൻ വറുത്തെടുക്കാനും പറ്റും, ഒട്ടും അടിക്ക് പിടിക്കാതെ നമുക്കിതെല്ലാം തിരിച്ചിടാൻ പറ്റും കേട്ടോ. ഇങ്ങനെ അറിയത്തില്ലാത്ത കൂട്ടുകാർക്കും ചെയ്ത് നോക്കണേ. മിക്ക കൂട്ടുകാർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. മിക്കവർക്കും അറിയത്തുണ്ടാവത്തില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അടിക്ക് പിടിക്കാതെ എടുക്കാം. എന്നിട്ട് മറുവശവും കൂടെ നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മുടെ മത്തി കുഞ്ഞന്മാരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വലിയ മത്തി തിന്നുന്നേക്കാളും ഈ കുഞ്ഞു മത്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മത്തി വറുത്തന്നെ എടുക്കാന്ന്. ഓ ചൂടാണേ. സൂപ്പർ. അപ്പൊ ചട്ടിക്ക് അടിക്ക് പിടിക്കുന്ന പേടിയുള്ള കൂട്ടുകാർ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ആദ്യം വറുത്ത് ഒരു പച്ചം മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മറിച്ചിടുക, മറ്റേ ഭാഗം മുരിച്ചെടുക്കുക. ഒട്ടും ചട്ടിയിൽ അടിക്ക് പിടിക്കാതെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാവേ.